Domes. A dome may be defined as a thin shell which is generated by the revolution of a geometrical curve about an axis. ഇപ്പൊ ഷെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ തിക്നെസ് എന്ന് പറയുന്നത് ഓക്കെ, ആ ഒരു ഷെൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സ്ട്രക്ചറിന്റെ തിക്നെസ് എന്ന് പറയുന്നത് മറ്റുള്ള ഡയമെൻഷനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവായിരിക്കും. ഓക്കെ, സ്ലാബിനൊക്കെ നമുക്ക് ഷെൽ എന്ന് പറയാനായിട്ട് പറ്റും. ഇപ്പൊ ഡോം എന്ന് പറയുന്നത് സ്ലാബ് പോലെ തന്നെ ഒരു തിൻ ഷെല്ലാണ്. അതിന്റെ തിക്നെസ് എന്ന് പറയുന്നത് അനദർ ഡയമെൻഷൻസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചെറുതാണ്. വിച്ച് ഈസ് ജനറേറ്റഡ് ബൈ ദ റെവല്യൂഷൻ ഓഫ് എ ജോമെട്രിക്കൽ കേർവ് അബൌട്ട് ആൻ ആക്സിസ്. ഏതെങ്കിലും ഒരു കേർവ് അല്ലെങ്കിൽ ഇപ്പൊ ഒരു ട്രയാങ്കിളിന്റെ പോർഷൻ ആണെങ്കിൽ അതൊക്കെ ഏതെങ്കിലും ഒരു ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ റിവോൾവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അവിടെ ആ ഫോം ചെയ്യുന്ന ആ ഒരു സ്ട്രക്ചറാണ് അല്ലെങ്കിൽ ആ ഒരു ഫോം ചെയ്യുന്ന ആ ഒരു ഷേപ്പിനെ നമുക്ക് ഡോം എന്ന് പറയും, ഡോം ഷേപ്പ് എന്ന് പറയാം. ഓക്കെ, അപ്പം ഇങ്ങനെ ഫോം ചെയ്യുന്ന ഡോം ഷേപ്പിന് ഇപ്പൊ നമ്മളൊരു സ്ട്രക്ചറിൽ റൂഫിംഗ് ആയിട്ട് അല്ലെങ്കിൽ ആ ഒരു ഷെൽ രീതിയിൽ, അതായത് തിന്നായിട്ടുള്ള ഒരു ഷെല്ലായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അത് അവിടെ ഒരു ഡോം സ്ട്രക്ചറായി മാറും. ഓക്കെ, അപ്പൊ ഞാനിവിടെ ഒരു ഫിഗർ കാണിക്കാം. ഇതിപ്പോ ഒരു സർക്കിളിന്റെ സെഗ്മെന്റ് ആണ്, സർക്കിളിന്റെ ഒരു സെഗ്മെന്റ് ആണ്. അപ്പൊ ഇത് വെർട്ടിക്കൽ ആക്സിസ് ആണ്. വെർട്ടിക്കൽ ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ ഒരു ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഓക്കെ, നിങ്ങളൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഫോം ചെയ്യുന്നത് ഇമാജിൻ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഫോം ചെയ്യുന്നത് ഒരു സർക്കുലാർ ഡോം ആയിരിക്കും. ഓക്കെ, ഈ ഒരു രീതിയിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയിട്ട്, അതായത് ഇങ്ങനെ നല്ലൊരു സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഫോം ചെയ്യുന്നത് ഒരു സ്പെറിക്കൽ ആയിട്ടുള്ള ഡോംസ് ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്കൊരു ഡോം സ്ട്രക്ചർ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ, ഡോം സ്ട്രക്ചർ എന്ന് പറയുന്ന ഒരു തിൻ ഷെല്ലാണ്. ഓക്കെ, ഷെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിക്നെസ് എന്ന് പറയുന്നത് മറ്റുള്ള ഡയമെൻഷനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവാണ്. അതിപ്പോ ഒരു ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ റിവോൾവ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ, അങ്ങനെ ഫോം ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡോംസ് എന്ന് പറയുന്നത്. അപ്പൊ ഡോംസ് എന്ന് പറഞ്ഞാൽ ഒരു തിന്നായിട്ടുള്ള ഷെല്ലാണ്. അപ്പൊ ഏതെങ്കിലും ഒരു ജോമെട്രിക്കൽ കേർവ് അത് ഒരു ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ട് റിവോൾവ് ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്നതാണ് നമുക്ക് ഡോംസ് ജനറലൈസ് ചെയ്ത് പറയാനായിട്ട് പറ്റുന്നത്. ഓക്കെ, ദ ഷേപ്പ് ഓഫ് ദ ഡോം ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ടൈപ്പ് ഓഫ് ദ കേർവ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ദ ആക്സിസ് ഓഫ് റെവല്യൂഷൻ. അപ്പോൾ ഈ ഡോമിന്റെ ഷേപ്പ് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും, ഏത് കേർവ് ആണ് അവിടെ ഉള്ളത്, അല്ലെ, ഏത് കേർവിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് റെവല്യൂഷൻ വരുന്നത്, അതുപോലെ തന്നെ അവിടെ ഏത് ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് റെവല്യൂഷൻ വരുന്നത്, അതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ ഡോമിന്റെ ഷേപ്പ് നിർണ്ണയിക്കുന്നത് അല്ലെങ്കിൽ ആ ഡോമിന്റെ ഷേപ്പ് വരുന്നത്. ഓക്കെ, ഒന്ന് അതിന്റെ കേർവ് എങ്ങനെയുള്ളതാന്ന് നോക്കിയിട്ട്, ഇപ്പൊ എലിപ്റ്റിക്കൽ കേർവ് ആണോ അല്ലെങ്കിൽ സ്പെറിക്കൽ കേർവ് ആണോ അതുപോലെ നോക്കിയിട്ട്, അതുപോലെ തന്നെ അത് ഏത് ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് റിവോൾവ് ചെയ്യുന്നത്, അതിനനുസരിച്ചിട്ടായിരിക്കും ആ ഡോമിന്റെ ഷേപ്പ് വരുന്നത്. ഓക്കെ, ഇഫ് എ സെഗ്മെന്റ് ഓഫ് എ സർക്കിൾ ഈസ് റിവോൾവ് അബൌട്ട് ഇറ്റ്സ് വെർട്ടിക്കൽ ആക്സിസ്, ഇപ്പൊ ഞാൻ കാണിച്ച ഫിഗർ പോലെ ഒരു സർക്കിളിന്റെ സെഗ്മെന്റ് ആണ് അതിന്റെ വെർട്ടിക്കൽ ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ട് റിവോൾവ് ചെയ്യുന്നതെങ്കിൽ we get a spherical dome. A conical dome is obtained by the revolution of right angle triangle about its vertical axis. ഇപ്പൊ റൈറ്റ് ആംഗിളിലെ ട്രയാങ്കിൾ എടുത്തിട്ട് അതിന്റെ വെർട്ടിക്കൽ ആക്സിസ്, അതായത് അതിന്റെ വേർട്ടെക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് വെർട്ടിക്കൽ ആക്സിസിൽ റിവോൾവ് ചെയ്ത് കഴിഞ്ഞാൽ, ഒന്ന് ജസ്റ്റ് ഇമാജിൻ നല്ലൊരു സ്പീഡിൽ ഒന്ന് കറങ്ങുന്നതായിട്ട് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ, അതായത് നല്ല സ്പീഡിൽ കറങ്ങുകയാണെങ്കിൽ അവിടെ ഫോം ചെയ്യുന്നത് ഒരു കോണിക്കൽ ഡോം ആയിരിക്കും. ഓക്കെ, ഒരു കോണിക്കൽ ഷേപ്പിലുള്ള ഡോം ആയിരിക്കും അവിടെ ഫോം ചെയ്യുന്നത്. ഇപ്പൊ സർക്കിളിന്റെ ഒരു സെഗ്മെന്റ് ആണ് ഇതുപോലെ റിവോൾവ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഫോം ചെയ്യുന്നത് ഒരു സ്പെറിക്കൽ ആയിട്ടുള്ള ഡോം ആയിരിക്കും. ഓക്കെ, അപ്പം ഏത് കേർവ് ആണോ അല്ലെങ്കിൽ ഏത് ഷേപ്പ് ആണോ നമ്മൾ റിവോൾവ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഏത് ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ടാണോ റിവോൾവ് ചെയ്യുന്നത്, അതിനനുസരിച്ചിട്ടായിരിക്കും ഒരു ഡോമിന്റെ ഷേപ്പ് വരുന്നത്. ആൻഡ് എലിപ്റ്റിക്കൽ ഡോം is obtained by a revolution of an elliptical curve about one of its axes. ഇപ്പൊ എലിപ്റ്റിക്കൽ ഡോം ആണ് നമുക്ക് കിട്ടേണ്ടതെങ്കിൽ, അല്ലെങ്കിൽ എലിപ്റ്റിക്കൽ ഡോം എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത് ഒരു എലിപ്റ്റിക്കൽ ആയിട്ടുള്ള കേർവ് അതിന്റെ ഒരു ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ട് റിവോൾവ് ചെയ്യുമ്പോൾ വരുന്നതാണ്. However, out of these, spherical domes are most commonly used. അപ്പോൾ ഈ പല ടൈപ്പുകൾ ഉണ്ടെങ്കിൽ കൂടി നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് സ്പെറിക്കൽ ഡോംസ് ആണ്. ഓക്കെ, അപ്പൊ ഇതൊരു സ്പെറിക്കൽ ഡോമിന്റെ ഒരു എക്സാമ്പിൾ ആണ്. സ്പെറിക്കൽ ഡോം ആണ് ഇപ്പൊ നിങ്ങൾക്ക് ഈ ഫിഗറിൽ കാണാനായിട്ട് പറ്റുന്നത്, സ്പെറിക്കൽ ഷേപ്പിലുള്ള ഒരു ഡോം. ഇപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിപ്പോ ഒരു സർക്കിളിന്റെ ഒരു സെഗ്മെന്റ് പോർഷൻ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ
ആ സർക്കിളിന്റെ അതിനനുസരിച്ചിട്ടാണ് ഇവിടെ ഈ ഒരു ഡോം ഫോം ആയിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, അതാണ് ഞാൻ മുന്നേ കാണിച്ചത്. ഇപ്പം സർക്കിളിന്റെ ഈ ഒരു സെഗ്മെന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് വെർട്ടിക്കൽ ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ട് റിവോൾവ് ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്നതിനാണ് ആ ഒരു ഷേപ്പിനാണ് ഇപ്പം സർക്കിൾ ആണെങ്കിൽ സ്പെറിക്കൽ ഷേപ്പ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ആ സ്പെറിക്കൽ ഷേപ്പിന് കറസ്പോണ്ടിങ് ആയിട്ട് വളരെ തിക്നെസ് കുറഞ്ഞ ഒരു ഷെൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് ഒരു സ്പെറിക്കൽ ഡോം എന്നുള്ള രീതിയിൽ നമുക്ക് പറയാന്നുള്ളതാണ്. ഓക്കെ, ഇതൊരു കോണിക്കൽ ഡോമിനുള്ള ഒരു എക്സാമ്പിൾ ആണ് ഈ ഒരു ഫിഗർ. അപ്പൊ ഇത് നിങ്ങൾക്ക് കാണാം, ഒരു കോൺ ഷേപ്പ് ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, കോണിക്കൽ ആയിട്ടുള്ള ഡോം ആണ് ഇത്, സ്പെറിക്കൽ ആയിട്ടുള്ള ഡോം ആണ്. അപ്പം കോണിക്കൽ ഡോം എങ്ങനെയാ ഫോം ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞിരുന്നു. ഇപ്പൊ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ, ഓക്കെ, ഇപ്പൊ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ അതിന്റെ വെർട്ടിക്കൽ ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ട് റിവോൾവ് ചെയ്യുകയാണെങ്കിൽ ഫോം ചെയ്യുന്നത് ഈ ഒരു ഷേപ്പിലായിരുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെ ഫോം ചെയ്തിട്ടുള്ള അതിന് വളരെ തിക്നെസ് വളരെ കുറവാണ്, അതിനെ നമുക്കൊരു കോണിക്കൽ ഡോം എന്നുള്ള രീതിയിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഏകദേശം ഡോം എന്താന്നുള്ളത് ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. Domes are used in many structures such as roof of circular areas, roofs of circular water tanks, planetarium, auditorium, mosque, gurudwaras, etc. ഇപ്പൊ നമ്മള് പല സ്ട്രക്ചേഴ്സിലും ഡോംസ് യൂസ് ചെയ്യാറുണ്ട്. മെയിൻ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് സർക്കുലാർ ഏരിയാസിലാണ്. സർക്കുലാർ ഏരിയാസിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ റൂഫ്സ് പ്രൊവൈഡ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ഡോംസ് പ്രൊവൈഡ് ചെയ്യാം. അപ്പം വാട്ടർ ടാങ്കിന്റെ റൂഫായിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. പ്ലാനറ്റോറിയത്തിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓഡിറ്റോറിയംസ് ഒക്കെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുമ്പം ആർക്കിടെക്ചറൽ പരമായിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. മോസ്കിൽ യൂസ് ചെയ്യാറുണ്ട്. ഗുരുദ്വാരാസ്, സിഖുകാരുടെ ആരാധനാലയത്തിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെ പല ആപ്ലിക്കേഷൻസും ഈ ഡോമിനുണ്ട്. ഓക്കെ, ദോ ഡോംസ് ക്യാൻ കവർ ലാർജ് ഏരിയാസ്, ദേ നീഡ് റിലേറ്റീവ്ലി വെരി സ്മോൾ തിക്നെസ്. അപ്പം വളരെ ചെറിയ തിക്നെസ് കൊണ്ട് തന്നെ ഒരുപാട് ഏരിയ നമ്മൾ ഡോംസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. In most cases, the thickness may be 75 mm to 150 mm. From this point of view, domes are economical, but economy may be offset by the costly curved shuttering required. അപ്പം നമുക്ക് ഇതിന്റെ തിക്നെസ് 75 mm മുതൽ 150 mm വരെ ഏകദേശം ആ ഒരു റേഞ്ചിലായിരിക്കും തിക്നെസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റുക. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ തന്നെ അത് ഒരുപാട് ഏരിയ നമുക്ക് ആ ഒരു തിക്നെസ്സിൽ തന്നെ കവർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് എക്കണോമിക്കൽ അല്ലെ. എക്കണോമിക്കൽ എന്ന് പറഞ്ഞാൽ കുറെ ഏരിയ നമുക്ക് വളരെ സ്മോൾ ക്വാണ്ടിറ്റി ഓഫ് കോൺക്രീറ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ ഏത് മെറ്റീരിയലാണോ അതിനനുസരിച്ചിട്ട് നമുക്ക് സ്മോൾ ക്വാണ്ടിറ്റിയിൽ തന്നെ ഒരുപാട് ഏരിയ കവർ ചെയ്യാൻ പറ്റും. എന്നാൽ ഇപ്പം കോൺക്രീറ്റിന്റെ കേസ് പറയുകയാണെങ്കിൽ ഇപ്പൊ നമുക്ക് ഈ ഒരു ഷേപ്പിലേക്ക് ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് അതിന് ഷട്ടറിംഗ് വർക്ക്സ് ചെയ്യാനായിട്ടുണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഷട്ടറിംഗ് വർക്ക്സ് ഈ ഡോംസിന്റെ കേസിലൊക്കെ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ക്വാണ്ടിറ്റി വൈസ് എക്കണോമിക്കലാന്ന് പറയുമെങ്കിലും ഈ ഷട്ടറിങ്ങിന് അതിനനുസരിച്ച് തന്നെ ഇപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് ആ ഒരു ലാഭം വന്നത് നമുക്ക് ഈ ഒരു ഷട്ടറിങ്ങിൽ ചെലവാകുന്നത് പോലെ തന്നെയാണ്. ഓക്കെ, അപ്പം ഇത് ക്വാണ്ടിറ്റി വൈസ് നോക്കുമ്പോൾ എക്കണോമിക്കൽ ആണെങ്കിൽ കൂടി ഷട്ടറിംഗ് വൈസ് ഇത് കോസ്റ്റ്ലി ആണ്. ഡോംസ് ആർ മോസ്റ്റ് എഫിഷ്യന്റ് സ്ട്രക്ചറലി സിൻസ് ദേ ആർ സബ്ജക്റ്റഡ് ടു കംപ്രസീവ് സ്ട്രെസ്സസ് ഓൺലി. അപ്പൊ ഡോംസിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡോംസിൽ വരുന്നത് കംപ്രസീവ് സ്ട്രെസ്സസ് മാത്രമാണ്. ഓക്കെ, ഡോംസിന്റെ ആ ഒരു പോർഷൻ കേർവ്ഡ് ആയിട്ടുള്ള പോർഷനിലെല്ലാം എല്ലാം വരുന്നത് കംപ്രസീവ് സ്ട്രെസ്സസ് മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് ടെൻഷന് കറസ്പോണ്ടിങ് ആയിട്ട് റീഇൻഫോഴ്സ്മെന്റ് മിനിമം കൊടുത്താൽ മതി. അതായത് ആ ഒരു ഡോംസിന്റെ പോർഷനിൽ ടെൻഷൻ വരാത്തത് കൊണ്ട് തന്നെ കംപ്രസീവ് സ്ട്രെസ്സസ് ആണ് മെയിൻ ആയിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ടെൻഷന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് മിനിമം റീഇൻഫോഴ്സ്മെന്റ് മാത്രം കൊടുത്താൽ മതി. ഓക്കെ, ടെൻഷൻ ഡോമിനന്റ് ആണെങ്കിൽ നമ്മൾ സ്ലാബിലൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് പോലെ തന്നെ റീഇൻഫോഴ്സ്മെന്റ് നല്ല രീതിയിൽ കൊടുക്കേണ്ടി വന്നേനെ. എന്നാൽ ഇത് നമുക്ക് മിനിമം റീഇൻഫോഴ്സ്മെന്റ് കോൺക്രീറ്റ് എത്രയാണോ മിനിമം ഡോംസിന്റെ കേസിൽ പറയുന്നത് ആ മിനിമം റീഇൻഫോഴ്സ്മെന്റ് നമുക്ക് അധികം ഈ ഡോംസിന്റെ അകത്ത് പ്രൊവൈഡ് ചെയ്താൽ മതിയാവും. ഡോംസ് മേ ബി കൺസ്ട്രക്റ്റഡ് ഓഫ് മാസണറി, സ്റ്റീൽ, ടിമ്പർ, കോൺക്രീറ്റ് എക്സെട്ര. Stone and brick domes are one of the oldest architectural forms. RCC domes are most common in these days and can be constructed over large time. അപ്പം ഡോംസ് നമുക്ക് പല മെറ്റീരിയൽസ് കൊണ്ട് കൺസ്ട്രക്ട് ചെയ്യാം. മാസണറി, സ്റ്റീൽ, ടിമ്പർ, കോൺക്രീറ്റ് ഇതൊക്കെ വെച്ച് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാം. നമ്മൾ പഴയ സ്ട്രക്ചേഴ്സ് ഒക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഡോം ഷേപ്പിലുള്ള ഒരുപാട് സ്ട്രക്ചേഴ്സ് ഉണ്ട് അല്ലെ. അതൊക്കെ അധികവും സ്റ്റോണും അതുപോലെ തന്നെ ബ്രിക്ക് ഒക്കെ വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടാവുക. എന്നാൽ ഇന്ന് നമ്മൾ RCC ഡോംസ് ആണ് മറ്റുള്ള ടൈപ്പ് ഓഫ് ഡോംസിനെ വെച്ച് കൂടുതലായിട്ടും നമ്മൾ ചെയ്യുന്നത്. നമുക്ക് കൂടുതൽ ഏരിയയും ഈ കോൺക്രീറ്റ് ഡോംസ് വെച്ചിട്ട് അല്ലെങ്കിൽ RCC ഡോംസ് വെച്ചിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കവർ ചെയ്യാനായിട്ട് നമുക്ക് പറ്റുന്നുള്ളതാണ്.
ഇനി നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ, അതായത് ഈ ഡോംസിന്റെ DCS2 നമ്മൾ പഠിക്കുന്നത് മെയിൻ ആയിട്ട് 2 ടൈപ്പ് ഓഫ് ഡോംസ് ആണ്. ഒന്ന് സ്പെറിക്കൽ ഡോംസും ഒന്ന് കോണിക്കൽ ഡോംസും ആണ്. അപ്പൊ സ്പെറിക്കൽ ഡോംസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കി നമ്മൾ അതിന്റെ ഡിസൈൻ ചെയ്യും. അതുപോലെ തന്നെ കോണിക്കൽ ഡോംസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കിയിട്ട് നമ്മൾ അതിന്റെ ഡിസൈൻ ചെയ്യും. അപ്പൊ ഇത്രയും ആണ് നമുക്ക് ഇതിൽ കവർ ചെയ്യേണ്ട പോർഷൻസ് വരുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ഇതിൽ സ്പെറിക്കൽ ഡോംസിനെ കുറിച്ച് നമുക്ക് നോക്കാം. അതിനുശേഷം നമുക്ക് കോണിക്കൽ ഡോംസിലേക്ക് വരാം. അപ്പൊ ഫസ്റ്റ് സ്പെറിക്കൽ ഡോംസ്. സ്പെറിക്കൽ ഡോംസിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഡോംസിൽ വരുന്ന ആ ഡോംസിന്റെ അകത്ത് വരുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് കംപ്രസീവ് ഫോഴ്സസ് ആണെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ഫോഴ്സസ് എന്തൊക്കെയാ വരുന്നത്, അത് എങ്ങനെയൊക്കെയാണ്, ഏത് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. A spherical dome may be imagined to be consisted of a number of horizontal rings placed one over the other. അപ്പൊ സ്പെറിക്കൽ ഡോമിനെ നമുക്ക് ഒന്ന് ഇമാജിൻ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ഈ റിങ് ആയിട്ട് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ആ ഡോമിന്റെ താഴെ വലിയ റിങ്ങും അതിന്റെ മേലെ ചെറിയ ചെറിയ, അതായത് ഡയമീറ്റർ കുറഞ്ഞു വരുന്ന രീതിയിൽ റിങ് പ്ലേസ് ചെയ്ത രീതിയിൽ നമുക്കൊന്ന് ഇമാജിൻ ചെയ്യാനായിട്ട് പറ്റും അല്ലെ. സ്പെറിക്കൽ ഡോമിന് spherical dome may be imagined to be consisted of number of horizontal rings placed one over the other. The diameter of the successive rings increase in the downward direction from the crown to the center of the dome. By diameter, ഈ സക്സസീവ് റിങ്ങിന്റെ ഡയമീറ്റർ ഡൗൺവേർഡ് ഡയറക്ഷനിൽ ഇൻക്രീസ് ചെയ്തുകൊണ്ടാണ് പോകുന്നത് അല്ലെ. അതായത് ആ ഡോമിന്റെ ഏറ്റവും ടോപ്പില് ഡയമീറ്റർ, അതായത് നമ്മളിപ്പോ റിംഗ് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ റിങ്ങിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് ഏറ്റവും ടോപ്പിൽ ചെറുതും താഴോട്ട് പോകുന്നതിനനുസരിച്ചിട്ട് ഡയമീറ്റർ വലുതായി വരുന്ന രീതിയിലാണ് ആ റിങ്ങിന്റെ ഡയമീറ്റർ വരിക അല്ലെ. ഇപ്പൊ നമ്മളൊരു സ്പെറിക്കൽ ഡോമിനെ റിംഗ് ആയിട്ട്, അതായത് ഒന്നിന്റെ താഴെ വലിയ റിംഗ് ആയിട്ടുള്ള രീതിയിൽ അസ്യൂം ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവുന്നത് അതാണ്. സർക്കിൾ ഓഫ് ഈച്ച് റിംഗ് ഈസ് കോൾഡ് ലാറ്റിറ്റ്യൂഡ്. അതായത് നമ്മൾ അങ്ങനെ ഇമാജിൻ ചെയ്തിട്ടുള്ള ആ ഒരു സർക്കിളിനെ നമുക്ക് ലാറ്റിറ്റ്യൂഡ് എന്ന് പറയാം. ഓക്കെ, അതായത് ആ റിങ്ങിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ സർക്കിളിനെ നമുക്ക് ലാറ്റിറ്റ്യൂഡ് എന്ന് പറയാം. The circle passing through the top and bottom diametrically opposite points are called meridian circle. അപ്പൊ ടോപ്പ് ടു ബോട്ടം പാസ് ചെയ്യുന്ന ആ സർക്കിളിനെ നമുക്ക് മെറിഡിയൻ സർക്കിൾസ് എന്നും പറയാം. ഇപ്പൊ 2 കാര്യങ്ങൾ പറഞ്ഞു, ഒന്ന് ലാറ്റിറ്റ്യൂഡ്, അതുപോലെ മെറിഡിയൻ സർക്കിൾ. ലാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞത് ഇപ്പൊ നമ്മൾ ടോപ്പ് ടു ബോട്ടം നോക്കുകയാണെങ്കിൽ അതിനെ കോൺസെൻട്രിക് റിംഗ്സ് ആയിട്ട് നമുക്ക് ഇമാജിൻ ചെയ്യാനായിട്ട് പറ്റും. ഏറ്റവും ടോപ്പിൽ ചെറിയ റിങ്, ഡയമീറ്റർ കുറഞ്ഞ റിങ് താഴോട്ട് വരുന്നതിനനുസരിച്ചിട്ട് ഡയമീറ്റർ ഇൻക്രീസ് ചെയ്ത് വരുന്ന രീതിയിൽ നമുക്ക് ഒരു സ്പെറിക്കൽ ഡോമിനെ ഇമാജിൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പം അങ്ങനെ വരുന്ന ആ ഒരു സർക്കിൾസ് അല്ലെങ്കിൽ ആ റിങ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സർക്കിളിനെ നമുക്ക് ലാറ്റിറ്റ്യൂഡ് എന്ന് പറയാം. അതുപോലെ തന്നെ ടോപ്പ് ടു ബോട്ടം ഇതുപോലെ തന്നെ നമ്മൾ ഇമാജിൻ ചെയ്യുകയാണെങ്കിൽ, സർക്കിൾസ് ഉണ്ടെന്നുള്ള രീതിയിൽ ഇമാജിൻ ചെയ്യുകയാണെങ്കിൽ അതിനെ മെറിഡിയൻ സർക്കിൾസ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. അപ്പൊ നിങ്ങൾ ഈ ഒരു ഫിഗർ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ആയിട്ടുണ്ടാവും. ഇപ്പൊ ടോപ്പിലുള്ള ഈ ഒരു ഡയമീറ്റർ എന്ന് പറയുന്നത് വളരെ കുറവാണ് അല്ലെ. അതിന്റെ താഴെ വരുമ്പോൾ അതിനേക്കാളും കുറച്ചും കൂടി വലിയ ഡയമീറ്റർ വരുന്ന ഒരു സർക്കിൾ, അതിന്റെ താഴെ കുറച്ചും കൂടി വലിയ ഡയമീറ്റർ വരുന്നു, അതിന്റെ താഴെ വലിയ ഡയമീറ്റർ വരുന്നു, അതിന്റെ താഴെ വലിയ ഡയമീറ്റർ വരുന്നു. അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ക്രൗൺ എന്ന് പറയുന്ന ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോയിന്റ് ആണ്. അതിന് താഴോട്ട് പോകുന്നതിനനുസരിച്ചിട്ട് ഡയമീറ്റർ ഇൻക്രീസ് ചെയ്ത് വരുന്ന രീതിയിൽ ഓരോ റിംഗ് ആയിട്ട് നമുക്ക് ഇമാജിൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ സർക്കിൾസിന്, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള, അതായത് താഴോട്ട് വരുന്നതോറും ഇൻക്രീസ് ചെയ്ത് വരുന്ന ഡയമീറ്ററിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സർക്കിളിനെ നമുക്ക് പറയാവുന്ന പേരാണ് ലാറ്റിറ്റ്യൂഡ്. ഓക്കെ, ഈ കാണുന്നതൊക്കെ ലാറ്റിറ്റ്യൂഡ്സ് ആണ്, ലാറ്റിറ്റ്യൂഡ് എന്നാണ് പറയുക. അതേപോലെ ടോപ്പ് ടു ബോട്ടം നോക്കുകയാണെങ്കിൽ ഇവിടുന്ന് ബോട്ടത്തിലേക്ക് പോകുന്ന സർക്കിൾസ് ഉണ്ട്. അപ്പൊ അതിന് പറയുന്ന പേര് മെറിഡിയൻ സർക്കിൾസ് എന്നാണ്. ഓക്കെ, മെറിഡിയൻ സർക്കിളിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ടോപ്പിൽ ആ സെൻട്രൽ പോർഷനിലേക്ക് വരുമ്പോൾ ഇതെല്ലാം കൂടി കൺവേർജ് ചെയ്തിട്ട് ഒരൊറ്റ പോയിന്റിലേക്ക് വന്നു ചേരും. ഓക്കെ, അപ്പൊ ആ രീതിയിലുള്ള സർക്കിൾസിനെ നമുക്ക് മെറിഡിയൻ സർക്കിൾസ് എന്നും, അതുപോലെ തന്നെ ഒന്നിന് താഴെ, അതായത് ടോപ്പ് നിന്ന് ബോട്ടത്തിലേക്ക് പോകുന്ന സമയത്ത് ഇൻക്രീസ് ചെയ്ത് വരുന്ന ആ സർക്കിൾസിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് മെറിഡിയൻ എന്നും ലാറ്റിറ്റ്യൂഡ് എന്നും നമുക്ക് പേര് പറയാം. ഓക്കെ, the diameter of successive rings increase in the downward direction from the crown to the center of the dome. The circle of each ring is called latitude. Okay, the circle passing through the top and bottom diametrically, അതാണ് ഞാനിപ്പം കാണിച്ച ടോപ്പ് ആൻഡ് ബോട്ടം, ഇത് ടോപ്പ് ടു ബോട്ടം ഡയമട്രിക്കലി പോകുന്ന ഓക്കെ ആ ഒരു സർക്കിളിനെ നമുക്ക് മെറിഡിയൻ സർക്കിൾ എന്ന് പറയാം. All the meridian circles converge to the top and bottom points of the sphere.
ഓക്കെ, ആ ഒരു സ്പിയർ ആയിട്ട് നമ്മൾ ഇമാജിൻ ചെയ്യുകയാണെങ്കിൽ അതിന്റെ ബോട്ടത്തിൽ ഇതുപോലെ തന്നെ വരും അല്ലെ. നമ്മൾ ഡോംസ് എടുക്കുന്ന സമയത്ത് ആ ടോപ്പ് പോർഷൻ മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പൊ ഫുൾ ആയിട്ട് നമ്മൾ ഒരു സ്പിയർ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ആ മെറിഡിയൻ സർക്കിൾസ് എന്ന് പറയുന്നത് ടോപ്പ് പോയിന്റിലും, അതായത് ടോപ്പിലുള്ള ക്രൗണിലും അതുപോലെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബോട്ടം പോയിന്റിലും ഈ ഒരു മെറിഡിയൻ സർക്കിൾ കൺവേർട്ട് ചെയ്ത് ഒരു പോയിന്റിൽ ജോയിൻ ചെയ്യുന്നത് പോലെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം രണ്ട് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, സർക്കിൾസിനെ നമുക്ക് ഇതിന്റെ അകത്ത് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഈ ഡോംസിന്റെ അകത്ത്, സ്പെറിക്കൽ ഡോംസിന്റെ അകത്ത് അല്ലെങ്കിൽ ഡോംസിന്റെ അകത്ത് അതിലൊന്ന് ലാറ്റിറ്റ്യൂഡ് ആണ്. ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഞാൻ ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ ഹൊറിസോണ്ടലി ഉള്ള സർക്കിൾസിന് നമുക്ക് ലാറ്റിറ്റ്യൂഡ് എന്ന് പറയാം, അല്ലെങ്കിൽ ആ ഒരു റിങ്സിനെ നമുക്ക് ലാറ്റിറ്റ്യൂഡ് എന്ന് പറയാം. അതുപോലെ തന്നെ വെർട്ടിക്കലി അല്ലെ, ഡയമെട്രിക്കലി ടോപ്പ് ടു ബോട്ടം പോകുന്ന സർക്കിളിനെ നമുക്ക് മെറിഡിയൻ സർക്കിൾസ് എന്നുള്ള രീതിയിൽ പറയാം. ഓക്കെ, അപ്പം ഞാനിവിടെ ഈ സ്പെറിക്കൽ ഡോമിന്റെ ഒരു ഫിഗർ എടുത്തിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു ഫിഗറിന് കറസ്പോണ്ടിങ് ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ ലാറ്റിറ്റ്യൂഡ് കാണാം, ഒരൊറ്റ റിംഗ് കറസ്പോണ്ടിങ് ആയിട്ട് എടുത്തിരിക്കുകയാണ്. ഓക്കെ, അപ്പം ഇവിടെ നിങ്ങൾക്ക് ലാറ്റിറ്റ്യൂഡ് കാണാം. ലാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹൊറിസോണ്ടലി പോകുന്ന ഈ മേലേന്ന് താഴോട്ടേക്ക് വരുമ്പോൾ ഡയമീറ്റർ ഇൻക്രീസ് ചെയ്ത് വരുന്ന സർക്കിൾ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ലാറ്റിറ്റ്യൂഡ് ടോപ്പിലും ബോട്ടത്തിലും ഒരു ചെറിയൊരു പോർഷനിൽ അല്ലെങ്കിൽ ഒരു ചെറിയൊരു ലെങ്ത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് ലാറ്റിറ്റ്യൂഡ്സ് എടുത്തിട്ടുണ്ട്. അതായത് ഒരു ചെറിയൊരു പോർഷൻ ഓഫ് ഏരിയ ലാറ്റിറ്റ്യൂഡ്സിന്റെ അകത്ത് വരുന്ന രീതിയിൽ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മെറിഡിയൻ സർക്കിൾസ്, ഇതാണ് മെറിഡിയൻ സർക്കിൾസ് പോകുന്നത്. അപ്പൊ മെറിഡിയൻ സർക്കിൾസിന്റെ ഇടയിൽ വരുന്ന പോർഷൻ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് രണ്ടിനും കോമൺ ആയിട്ട് വരുന്ന ഒരു ചെറിയൊരു പോർഷൻ വരുന്നുണ്ട്, കോമൺ ആയിട്ട്. അതായത് മെറിഡിയൻസിന്റെ ഇടയിലും അതുപോലെ തന്നെ ലാറ്റിറ്റ്യൂഡിന്റെ ഇടയിലും വരുന്ന കോമൺ ആയിട്ട് വരുന്ന ഒരു പോർഷൻ ഉണ്ട്. അപ്പൊ അതിന് ഞാൻ ഇവിടെ ഷെയ്ഡ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അതായത് ടോപ്പ് ടു ബോട്ടം പോകുന്ന ഈ ഡോംസിൽ വരുന്ന സർക്കിൾസിന് നമുക്ക് മെറിഡിയൻ സർക്കിൾസ് എന്നും, അതുപോലെ തന്നെ കോൺസെൻട്രിക് ആയിട്ടുള്ള ആ റിങ്സിന് അതായത് ടോപ്പ് ടു ബോട്ടം ഹൊറിസോണ്ടലി പോകുന്ന ആ ഒരു റിങ്ങിനെ നമുക്ക് ലാറ്റിറ്റ്യൂഡ് എന്നും പറയാന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം ഈ ലാറ്റിറ്റ്യൂഡ്സിന്റെ അതായത് രണ്ട് ലാറ്റിറ്റ്യൂഡ് കൺസിഡർ ചെയ്തിട്ട് അതിന്റെ ഇടയിൽ വരുന്നതും, അതുപോലെ തന്നെ മെറിഡിയൻസ് കൺസിഡർ ചെയ്തിട്ട് അതിന്റെ ഇടയിൽ വരുന്നതും, അതായത് ലാറ്റിറ്റ്യൂഡിന്റെയും മെറിഡിയന്റെ ഇടയിൽ വരുന്ന ഒരു കോമൺ പോയിന്റ് ഞാനിവിടെ കൺസിഡർ ചെയ്തു, അല്ലെങ്കിൽ ഒരു കോമൺ സ്മോൾ ഏരിയ ഞാനിവിടെ കൺസിഡർ ചെയ്തു. അപ്പൊ ആ ഒരു പോർഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സസ് ഏതൊക്കെയാന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ പഠിച്ചു, അതായത് ഓരോ റിങ്ങിന്റെ താഴെ അതിനേക്കാളും വലിയ വലിയ റിംഗ് ആയിട്ടാണ് വരുന്നത്. ഇപ്പൊ നിങ്ങൾ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ഒരു ലോഡ് അല്ലെങ്കിൽ ഫുൾ ആയിട്ട് ഒരു UDL വരുന്നുണ്ടെന്ന് വിചാരിച്ചോ. അപ്പൊ UDL വരുന്നുണ്ടെങ്കിൽ അവിടെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മേലെയുള്ള റിങ്ങിന്ന് അല്ലെ താഴത്തെ റിങ്ങിലേക്ക് ഒരു കംപ്രസീവ് ആയിട്ടുള്ള ഫോഴ്സ് ആ വരിക അല്ലെ. കാരണം അവിടെ ലോഡ് വരുന്ന സമയത്ത് താഴോട്ടേക്ക് അതിന് താഴെയുള്ള റിങ്ങിലേക്ക് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്ന രീതിയിലാണ് വരും. അതേപോലെ നിങ്ങൾ അതിന്റെ സർക്കംഫറൻഷ്യൽ ഡയറക്ഷനിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു സർക്കംഫറൻഷ്യൽ ആയിട്ടുള്ള ഒരു പോർഷനിൽ ഒരു ലോഡ് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പരസ്പരം പുഷ് ചെയ്യുന്ന രീതിയിലാണ് ഫോഴ്സ് വരിക. അതായത് നിങ്ങളിപ്പോ ഈ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ മൊത്തത്തിൽ ലോഡ് വരുന്നുണ്ടെങ്കിൽ ഈ പോർഷൻ ഇങ്ങോട്ടേക്കും ഈ ഒരു പോർഷൻ ഇങ്ങോട്ടേക്ക് പുഷ് ചെയ്യുന്ന രീതിയിലാണ് ഫോഴ്സ് ആക്ട് ചെയ്യുക. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് ടു ബോട്ടം ആക്ട് ചെയ്യുന്ന രീതിയിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് താഴോട്ടേക്ക് പുഷ് ചെയ്യുന്ന രീതിയിലാണ് ഫോഴ്സ് ആക്ട് ചെയ്യുക. അപ്പോൾ അതിനെ റെസിസ്റ്റ് ചെയ്യുന്നതായിരിക്കും അതിന്റെ തൊട്ട് താഴെയുള്ള റിങ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഇത് താഴോട്ടേക്ക് പോകുന്ന സമയത്ത് അതിനെ റെസിസ്റ്റ് ചെയ്യുന്ന രീതിയിൽ. അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പോർഷനിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഫുള്ള് കംപ്രസീവ് ആയിട്ടുള്ള ഫോഴ്സസ് ആണ്. അതുപോലെ നമ്മൾ ഓരോ പോർഷൻ സ്മോൾ പോർഷൻ ആക്കി ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു പോർഷൻസിലെല്ലാം എക്സ്പീരിയൻസ് ചെയ്യുന്നത് കംപ്രസീവ് ആയിട്ടുള്ള ഫോഴ്സസ് ആയിരിക്കും. ഓക്കെ, ഒന്ന് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അതായത് ഇപ്പൊ ഒരു കുട എടുത്തു കഴിഞ്ഞാൽ ആ കുടയിൽ ലോഡ് വരുന്ന സമയത്ത് ഓക്കെ നമ്മള് ഈ സർക്കംഫറൻഷ്യൽ ഡയറക്ഷൻ നോക്കിയാൽ അതിന്റെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെ വരുന്ന രീതിയിലാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അതുപോലെയാണ് ഇപ്പൊ ഇവിടെ ഫോഴ്സ് വന്നിരിക്കുന്നത്. അതേപോലെ ടോപ്പ് ടു ബോട്ടം നോക്കിക്കഴിഞ്ഞാൽ ഇത് താഴോട്ടേക്ക് ആക്ട് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു പൊസിഷനിൽ അതിന് മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെങ്കിൽ അതിന് ഒപ്പോസ് ചെയ്തിട്ടുള്ള ഒരു ഫോഴ്സ് മേലോട്ടും ഉണ്ടാവും. അപ്പൊ അവിടെ ഒരു കംപ്രസീവ് ആയിട്ട് ഈ ഒരു പോർഷനിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത് കംപ്രസീവ് ആയിട്ടുള്ള ഫോഴ്സസ് ആണ് അല്ലെ. അതായത് ഇവിടെ താഴേക്കും ഫോഴ്സ് ആക്ട് ചെയ്യുന്നു, മേലോട്ടേക്ക് ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നു, നടുക്കുള്ള പോർഷനിൽ കംപ്രസീവ് ഫോഴ്സ് ആണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അതേപോലെ ഇവിടുന്ന് ആ ഒരു കംപ്രസീവ് ഫോഴ്സ് ആണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഇതിന്റെ അകത്ത് മനസ്സിലാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡോമിന്റെ അകത്ത് രണ്ട് ഡയറക്ഷനിൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് ഇവിടെ ഞാൻ T എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്ന ഫോഴ്സും
എച്ച് എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്ന ഫോഴ്സ്. രണ്ടും രണ്ട് ഡയറക്ഷനിലാണ്. ഓക്കെ, അപ്പോൾ ഡോംസിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സസ് ഇവിടെ ടി എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നതും എച്ച് എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന ഫോഴ്സസ് ആണ്. ഇത് രണ്ടും കംപ്രസീവ് ഫോഴ്സ് ആണെന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അതിനെ കുറിച്ചൊന്ന് നോക്കാം. കൺസിഡർ ആൻ എലമെന്റ് ഓഫ് എ സ്പെറിക്കൽ ഡോം ബിറ്റ്വീൻ 2 ലാറ്റിറ്റ്യൂഡ്സ് ആൻഡ് 2 മെറിഡിയൻസ്. അപ്പൊ സ്പെറിക്കൽ ഡോമിൽ വരുന്ന ഒരു എലമെന്റ് കൺസിഡർ ചെയ്തു, ലാറ്റിറ്റ്യൂഡ്സിന്റെ അതുപോലെ തന്നെ മെറിഡിയൻസിന്റെയും ഇടയിൽ വരുന്ന രീതിയിൽ ഒരു എലമെന്റ് കൺസിഡർ ചെയ്തു. Therefore, 2 types of stresses are induced in a dome. അപ്പൊ ഇതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2 ടൈപ്പ് ഓഫ് സ്ട്രെസ് ആണ് ഈ ഡോമിൽ ഇൻഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അതിലൊന്ന് മെറിഡിയണൽ ത്രസ്റ്റ്, ഓക്കെ, അല്ലെങ്കിൽ മെറിഡിയണൽ ഫോഴ്സ് എന്ന് പറയാം, അല്ലെങ്കിൽ മെറിഡിയണൽ ത്രസ്റ്റ് എന്ന് പറയാം. അതിനെ ടി എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യാം. അലോങ് ദ ഡയറക്ഷൻ ഓഫ് മെറിഡിയൻ, മെറിഡിയന്റെ ഡയറക്ഷൻ. മെറിഡിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് മെറിഡിയൻ. അപ്പൊ മെറിഡിയന്റെ ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, ഓക്കെ, മെറിഡിയന്റെ ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്. അപ്പൊ ആ ഡോംസിന്റെ അകത്താണ് എങ്ങനെ ആക്ട് ചെയ്യുന്നത്. ഡോംസ് നിങ്ങൾക്ക് കേർവ്ഡ് ആയിട്ടുള്ള ആണെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പൊ ആ കേർവ്ഡ് ആയിട്ടുള്ള പോർഷനിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ആണ്, അതായത് ഈ മെറിഡിയൻ അലോങ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ആണ് മെറിഡിയണൽ ഫോഴ്സ് അല്ലെങ്കിൽ മെറിഡിയണൽ ത്രസ്റ്റ് എന്ന് പറയുന്നത്. ഇത് കംപ്രസീവ് ആണ്. ഓക്കെ, ഹൂപ്പ് സ്ട്രെസ്, രണ്ടാമത്തത് ഹൂപ്പ് സ്ട്രെസ് ആണ് അലോങ് ദ ലാറ്റിറ്റ്യൂഡ്. ഹൂപ്പ് സ്ട്രെസ് അല്ലെങ്കിൽ സർക്കംഫറൻഷ്യൽ സ്ട്രെസ് നമുക്ക് പറയാം. അതായത് ഇത് സർക്കംഫറൻഷ്യൽ ആയിട്ടാണ് അല്ലെ ഇതിന്റെ ഈ ഒരു ഔട്ടർ പോർഷൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു കേവി നേച്ചർ ആണ് അല്ലെ. ഇതിന്റെ ടുവേർഡ്സ് ഹൊറിസോണ്ടൽ നോക്കുകയാണെങ്കിൽ ഹൊറിസോണ്ടലി ഒരു കേവി നേച്ചർ ഉണ്ട് അല്ലെ. അതുപോലെ ടോപ്പ് ടു ബോട്ടവും ഒരു കേവി നേച്ചർ ഉണ്ട്. അപ്പൊ ടോപ്പ് ടു ബോട്ടം ഉള്ള ആ കേവി നേച്ചറിനെ അല്ലെങ്കിൽ ആ ഒരു ഡയറക്ഷനെ നമുക്ക് മെറിഡിയണൽ ഡയറക്ഷൻ എന്ന് പറയാം. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫോഴ്സിനെ നമുക്ക് മെറിഡിയണൽ ഫോഴ്സ് എന്ന് പറയാം. അതുപോലെ തന്നെ ഹൊറിസോണ്ടലി ഉള്ള ആ കേവി പോർഷനെ നമുക്ക് സർക്കംഫറൻഷ്യൽ ഡയറക്ഷൻ എന്ന് പറയാം. ആ സർക്കംഫറൻഷ്യൽ ഡയറക്ഷനെ അലോങ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെ നമുക്ക് സർക്കംഫറൻഷ്യൽ ഫോഴ്സ് അല്ലെങ്കിൽ ഹൂപ്പ് ഫോഴ്സ് എന്ന് പറയാം. ഓക്കെ, അലോങ് ദ ലാറ്റിറ്റ്യൂഡ്. അത് ആക്ട് ചെയ്യുന്നത് ലാറ്റിറ്റ്യൂഡിന് അലോങ് ആയിട്ടാണ്. ഇത് ലാറ്റിറ്റ്യൂഡ് ആണെങ്കിൽ അതിന് അലോങ് ആയിട്ടാണ് ഈ ഹൂപ്പ് ഫോഴ്സ് അല്ലെങ്കിൽ സർക്കംഫറൻഷ്യൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഡോമിലെ എക്സ്പീരിയൻസ് ചെയ്യുന്ന 2 ടൈപ്പ് ഫോഴ്സസ് ആണ് ഉള്ളത്. ഓക്കെ, ആ ഒരു കേവി നേച്ചറിനനുസരിച്ചിട്ട് ഒന്ന് മെറിഡിയണൽ ത്രസ്റ്റ് അല്ലെങ്കിൽ മെറിഡിയണൽ ഫോഴ്സ്, രണ്ടാമത്തത് ഹൂപ്പ് ഫോഴ്സ് അല്ലെങ്കിൽ നമുക്ക് സർക്കംഫറൻഷ്യൽ ഫോഴ്സ് എന്നുള്ള രീതിയിൽ പറയാം. ഓക്കെ, അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെസ്സസ് അവിടെ ഡെവലപ്പ് ചെയ്യും. അതായത് മെറിഡിയണൽ സ്ട്രെസ്സസ് അല്ലെങ്കിൽ ഹൂപ്പ് സ്ട്രെസ്സസ് ആ ഫോഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് അവിടെ ഡെവലപ്പ് ചെയ്യും. അപ്പം 2 ടൈപ്പ് ഓഫ് സ്ട്രെസ്സസ് അല്ലെങ്കിൽ ഫോഴ്സസ് ആണ് ഇൻഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആ ഫോഴ്സിന് കറസ്പോണ്ടിങ് അതിന്റെ തിക്നെസ്സിനനുസരിച്ചിട്ട് അവിടെ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യും ആ ഫോഴ്സിനനുസരിച്ചിട്ട്. അപ്പൊ അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് ഒന്ന് മെറിഡിയണൽ ഫോഴ്സും ഒന്ന് ഹൂപ്പ് ഫോഴ്സും ആണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ്സസ് മെറിഡിയണൽ ത്രസ്റ്റ് അല്ലെങ്കിൽ മെറിഡിയണൽ സ്ട്രെസ് അല്ലെങ്കിൽ ഹൂപ്പ് സ്ട്രെസ് അല്ലെങ്കിൽ സർക്കംഫറൻഷ്യൽ സ്ട്രെസ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. The meridional thrust at the support will have a horizontal component which will cause the supporting walls to burst outwards, causing its failure. In order to bear this horizontal component of meridional thrust, a ring beam is provided at the base of the dome. Okay, ഇപ്പം ഈ മെറിഡിയണൽ ത്രസ്റ്റ് ഇങ്ങനെ ആക്ട് ചെയ്യുന്നുണ്ടെന്ന് വിചാരിച്ചു, ഇങ്ങനെ ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ മെറിഡിയണൽ ത്രസ്റ്റ് അല്ലെങ്കിൽ മെറിഡിയണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ടോപ്പ് ടു ബോട്ടം ആണ് ആ കേവിന് കറസ്പോണ്ടിങ് ആയിട്ട്. അപ്പം ഇത് നമ്മള് ഒരു സപ്പോർട്ട്, ഇപ്പൊ ഒരു വാളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ബീമോ ഒക്കെ വെച്ചിട്ട് നമ്മൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് വിചാരിച്ചു. ഓക്കെ, ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ വോളാന്ന് വിചാരിച്ചു. വോള് വെച്ചിട്ട് നമ്മൾ ഈ ഒരു ഡോം പോർഷനെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയാൽ ഈ ലോഡ് മേലെയും താഴോട്ട് ആക്ട് ചെയ്യുമ്പോൾ ഇതിന്റെ ബോട്ടം പോർഷനുള്ള ടെൻഡൻസി എന്ന് പറയുന്നത്, സപ്പോർട്ടിൽ റെസ്റ്റ് ചെയ്യുന്ന ഈ ഡോമിന്റെ ബോട്ടം പോർഷനുള്ള ടെൻഡൻസി എന്ന് പറയുന്നത് സെപ്പറേറ്റഡ് ആയി വരാനാണ്. ദാറ്റ് മീൻസ് ഇപ്പം ബോട്ടത്തിൽ ഒരു 10 മീറ്റർ ആണ് ഡയമീറ്റർ എന്ന് വിചാരിച്ചു. അപ്പൊ ആ ലോഡ് അതിന്റെ മാക്സിമം ആക്ട് ചെയ്യുന്ന സമയത്ത് ആ ഡയമീറ്റർ 10 എന്നുള്ളതിനെ ഒരു 50 മീറ്റർ ഡയമീറ്ററിലേക്ക് ആവാനുള്ള ഒരു ടെൻഡൻസി, ഞാൻ ഉദ്ദേശിച്ച മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അതായത് അതിന്റെ ഔട്ടർ പോർഷനില്, അതായത് ബോട്ടത്തിലുള്ള ആ ഡയമീറ്ററിന് കറസ്പോണ്ടിങ് ആയിട്ട് ഔട്ടറിലേക്ക് എൻലാർജ്ഡ് ആവാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. ഇപ്പൊ നമ്മളൊരു കൊട തന്നെ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പൊ കൊട ജസ്റ്റ് ഒരു കൊട എന്നുള്ള രീതിയിൽ ഇമാജിൻ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നടുക്കൊന്നും വളയാത്ത രീതിയിലുള്ള ഒരു കൊട എന്നുള്ള രീതിയിൽ ഇമാജിൻ ചെയ്ത് കഴിഞ്ഞാൽ, അതിൽ നിന്ന് ടോപ്പ് ടു ബോട്ടം ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ബോട്ടത്തിലുള്ള ആ ഒരു പോർഷൻ എന്ന് പറയുന്നത് രണ്ടും പരസ്പരം അകന്നിട്ട് ഒരു ലെവലായിട്ടുള്ള ഒരു സർഫസ് ആവാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും അല്ലെ. അതായത് ഇപ്പം ഈ ഒരു ഫിഗറിൽ നോക്കുകയാണെങ്കിൽ, ഞാൻ ഇവിടുന്ന് ഫോഴ്സ് മേലെയും താഴോട്ടേക്ക് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ഈ
പൊസിഷൻ ഈ 2 പോയിന്റ്സിലാണ് ഉള്ളത്. അത് കുറച്ചുകൂടി ഒന്ന് സെപ്പറേറ്റഡ് ആയിട്ട് ഈ ഒരു പോർഷനിലേക്ക് എത്താൻ, അതായത് ഈ എൻഡിലേക്ക് എത്താനുള്ള ടെൻഡൻസി ഉണ്ടാവും. അതുവഴി ഇത് അമർന്ന് ഒരു ലെവൽ ആവാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അങ്ങനെ സംഭവിക്കുന്നില്ലെങ്കിലും അവിടുത്തെ ഒരു ടെൻഡൻസി എന്ന് പറയുന്നത് അങ്ങനെ ആവാനായിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഒരു ടെൻഡൻസി ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഇതിന്റെ താഴെ വരുമ്പോൾ ബീം പ്രോപ്പർ ആയിട്ട് ഡിസൈൻ ചെയ്തില്ലെങ്കിൽ ഇത് ബേസ്റ്റ് ചെയ്ത് ഫെയിൽ ആവാനുള്ള ചാൻസ് ഉണ്ടാവും. ഓക്കെ, അതായത് ഇത് സെപ്പറേറ്റഡ് ആയിട്ട് ബേസ്റ്റ് ചെയ്ത് ഫെയിൽ ആവാനുള്ള ചാൻസ് ഉണ്ടാവും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാല് ഈ ഡോംസിന്റെ ബോട്ടം പോർഷനിൽ നമ്മൾ റിംഗ് ബീം എന്ന് പറയുന്ന ബീം പ്രൊവൈഡ് ചെയ്യും. നമ്മൾ നോർമലി സർക്കുലർ വാട്ടർ ടാങ്ക്സിലും പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഇപ്പം ഡോംസിന് നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു സപ്പോർട്ട് ബേസ്റ്റ് ചെയ്ത് ഫെയിൽ ആവുന്നത് ഒഴിവാവാൻ വേണ്ടിയിട്ട് നമ്മൾ റിംഗ് ബീം പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അപ്പം ഈ ഒരു സെപ്പറേറ്റഡ് ആവാനുള്ള ടെൻഡൻസി വരുന്നത് ഏത് ടൈപ്പ് ഫോഴ്സ് കൊണ്ടാണ്? അവിടെ മെറിഡിയണൽ ത്രസ്റ്റ് കൊണ്ട് അല്ലെങ്കിൽ മെറിഡിയണൽ ഫോഴ്സ് കൊണ്ടാണ് അവിടെ ഫെയിൽ ആവാനുള്ള ഒരു ടെൻഡൻസി ആക്ച്വലി ഉണ്ടാവുന്നത്. ഓക്കെ, ഈ ബോട്ടത്തിലേക്ക് വരുന്ന സമയത്ത് ഇത് സെപ്പറേറ്റഡ് ആവാനുള്ള ടെൻഡൻസി ഉണ്ടാവുന്ന ഈ ടി എന്ന് പറയുന്ന ഫോഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ടാണ്. ദ മെറിഡിയണൽ ത്രസ്റ്റ് അറ്റ് ദ സപ്പോർട്ട് വിൽ ഹാവ് അതായത് സപ്പോർട്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് ഹൊറിസോണ്ടൽ കമ്പോണന്റ് വിച്ച് വിൽ കോസ് ദ സപ്പോർട്ടിംഗ് വാൾസ് ടു ബേസ്റ്റ് ഔട്ട്വേർഡ്സ്. അതായത് സപ്പോർട്ടിംഗ് വാൾസ് ബേസ്റ്റ് ചെയ്ത്, അതായത് ഇത് സെപ്പറേറ്റഡ് ആവാൻ ശ്രമിക്കുമ്പോൾ ആ വാളിന് അത് താങ്ങാൻ പറ്റാതെ അത് ബേസ്റ്റ് ചെയ്ത് ഫെയിൽ ആവാനുള്ള സാധ്യത ഉണ്ടാവുന്നതാണ്. In order to bear this horizontal component of meridional thrust, a ring beam is provided at the base of the dome. അപ്പം ഇതിനെ ഒഴിവാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഈ ഒരു ഫെയിലിയറിനെ തടയാനായിട്ട് നമ്മൾ റിംഗ് ബീം ഈ ഡോമിന്റെ ബേസിലായിട്ട് പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ,